ഇത് പല ടെക്സ്റ്റ് ബുക്കിൽ പല രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. 2-8 ചിലടത്തുണ്ട്, 4-10 ഉണ്ട്. എനിവേ ആൻസർ കീ അടുത്ത LP-UPക്ക് മുമ്പ് കേറ്ററ്റ് 1ഉം 2ഉം എഴുതിയെടുക്കണം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നിങ്ങൾക്ക് 3 അവസരങ്ങളെ പരമാവധി അടുത്ത LP-UPക്ക് മുമ്പ് കിട്ടാൻ ചാൻസ് ഉള്ളൂ. ഇപ്പോൾ TTC DELD അല്ലെങ്കിൽ BEd ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ കേറ്ററ്റ് 1ഉം 2ഉം ഉറപ്പായും അടുത്ത തവണത്തിന് മുമ്പ് എഴുതിയെടുത്തിരിക്കണം. അങ്ങനെയെങ്കിൽ ഇത്തവണ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 2025 നടന്നിട്ടുള്ള കേറ്ററ്റിൻ്റെ കാറ്റഗറി 1ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. LP-UP എക്സാമുകൾക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഈ ക്വസ്റ്റ്യൻസിന് ഏറ്റവും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാം. നിങ്ങളുടെ മനസ്സിലുണ്ടാവട്ടെ, 30 മാർക്കിൽ നിങ്ങൾക്ക് 25+ നേടാൻ സാധിക്കണം. 30-ൽ 30 നേടുന്ന വിദ്യാർത്ഥികൾ എൻട്രിയിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് വന്നിരിക്കുന്നവർക്കുണ്ട്. കേറ്ററ്റിൻ്റെ ഏറ്റവും പുതിയ കോഴ്സുകൾ, കേറ്ററ്റിൻ്റെ പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് പാറ്റേണുള്ള ക്വസ്റ്റ്യൻസിനെ വെച്ചുകൊണ്ട് അപ്ഡേറ്റഡ് ആക്കിയിട്ടുള്ള പുതിയ കോഴ്സ് എൻട്രിയിൽ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. കേറ്ററ്റ് പ്രിപ്പയർ ചെയ്യാനാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്ത് എത്രയും പെട്ടെന്ന് LP-UPക്ക് മുമ്പായിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ മുമ്പായിട്ട് ആ ക്വാളിഫിക്കേഷൻ നിങ്ങളുടെ പെട്ടിയിലാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കേറ്ററ്റ് കാറ്റഗറി 1ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാൻ പോകണം. അതിൽ എത്ര എണ്ണം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നിങ്ങൾ വിലയിരുത്തുക. അടുത്ത കേറ്ററ്റ് വളരെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. റോബിൻ കണക്കിൽ വളരെ മോശമാണ്. താഴെ പറയുന്നവയിൽ എന്തായിരിക്കാം അതിനുള്ള കാരണങ്ങൾ? പഠനശൈലി, അഭിപ്രേരണ, അത്യന്തമായ ആകാംക്ഷ, മുന്നറിവുകളുടെ അഭാവം. തീർച്ചയായിട്ടും ജനറൽ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടേണ്ടതാണ്. റോബിന് കണക്ക് വളരെ മോശമാണെങ്കിൽ അതിനുള്ള റീസൺ ഇതിലേതുമാവാം. 1, 2, 3, 4 വരാം അല്ലേ? അപ്പോൾ മലയാളത്തിലും ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻ ഞാനവിടെ കൊടുത്തിട്ടുണ്ട്. റോബിൻ ഈസ് വെരി വീക്ക് ഇൻ മാത്തമാറ്റിക്സ് വിച്ച് എമോങ് ദ ഫോളോയിങ് ഈസ് ദ റീസൺ. ലേണിംഗ് സ്റ്റൈൽ ആവാം, മോട്ടിവേഷൻ ആവാം, എക്സ്ട്രീം ആങ്സൈറ്റി ആവാം, ലാക്ക് ഓഫ് പ്രയർ നോളജ്, ഇതെല്ലാം അതിനകത്ത് വരാം. ഓപ്ഷൻ ബി ആണ് അവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ. അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? താഴെ പറയുന്നതിൽ തെറ്റായ ബന്ധങ്ങൾ: ഇന്ദ്രിയ ചാലകഘട്ടം, മൂർത്ത മനോവ്യാപാരഘട്ടം, ഔപചാരിക മനോവ്യാപാരഘട്ടം, പ്രാക് മനോവ്യാപാരഘട്ടം. ആരുടെയാണ്? പിയാഷയുടെ സ്റ്റേജസ് മറക്കാൻ പറ്റുമോ? സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, അതേപോലെ തന്നെ ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജ് അല്ലേ? ഇതെല്ലാം വരുന്ന സാധനം. അതിൻ്റെ ഇപ്പുറത്ത് വസ്തുസ്ഥൈര്യം ഇല്ലാതാക്കുക, അനുമാന നിഗമന ചിന്ത, ജ്ഞാനസ്ഥാനാന്തരണം, സംരക്ഷണമില്ലായ്മ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ തെറ്റായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നതിൽ തെറ്റായിട്ട് വന്നിരിക്കുന്ന ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അത് ഓപ്ഷൻ ബി ആണ്. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിൽ ഹൈപ്പോത്തറ്റിക് ഡിഡക്റ്റീവ് റീസണിങ് ഇല്ല. അതായത് അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റുന്നത് അത് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിൽ മാത്രമാണ്. ട്രാൻസ്ഫർ ഓഫ് നോളജ് അവിടെ നടക്കും. ലാക്ക് ഓഫ് കൺസർവേഷൻ ഉള്ളത് പ്രീ ഓപ്പറേഷൻ സ്റ്റേജിലാണ്. സെൻസറി മോട്ടോർ സ്റ്റേജിലാണ് ലാക്ക് ഓഫ് ഒബ്ജക്റ്റ് പെർമനൻസ്, വസ്തുസ്ഥൈര്യം എന്ന് പറയുന്നത് അല്ലേ? ഒരു സാധനം കൺവെർട്ടത്ത് മറിഞ്ഞാലും ആ സാധനം അവിടെ തന്നെ ഇരിപ്പുണ്ടെന്നുള്ള ബോധ്യം ഈ പറയുന്ന സെൻസറി മോട്ടോർ സ്റ്റേജിൽ കുട്ടിക്ക് ഉണ്ടാവുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയയാണ് സ്റ്റേജസ്. പിയാഷയുടെ സ്റ്റേജസിൽ നിന്ന് എല്ലാ തവണയും എല്ലാ കാറ്റഗറി കേറ്ററ്റ് എക്സാമുകളിലും ആവർത്തിച്ച് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളവിടെ പഠിക്കണം. ഇവിടെ എന്തായാലും ഓപ്ഷൻ ബി ആയിരുന്നു ശരിയായിട്ടുള്ള ആൻസർ. അങ്ങനെയാണ് ചേരുംപടി ചേർക്കാൻ അടുത്ത ക്വസ്റ്റ്യൻ. സ്കീമ, LAD ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്, ഐഡന്റിറ്റി ക്രൈസസ്, ZPD സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. LADയുടെ ഫുൾ ഫോം അറിയണം, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ആണെന്ന്. ZPDയുടെ ഫുൾ ഫോം അറിയണം, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ആണെന്ന്. ഇതൊക്കെ ആരുമായി ബന്ധപ്പെട്ടതാണ്? ഇവരിത് എറിക്സണും വൈഗോസ്കിയും പിയാഷയും ചോംസ്കിയും ഒന്നും ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും നമുക്ക് കാണാൻ പറ്റില്ല. ലാംഗ്വേജ് അക്വസിഷൻ ഡിവൈസ് എന്ന് പറയുമ്പോൾ തന്നെ നോം ചോംസ്കി ഓർമ്മയിൽ വരണം. സ്കീമ എന്ന് പറയുമ്പോൾ തന്നെ പിയാഷയുടെ തിയറി ഓർമ്മയിൽ വരണം. അപ്പോൾ പിയാഷയുടെ തിയറി A3 വരുന്ന 2 ഓപ്ഷൻസേ ഉള്ളൂ. ബാക്കി രണ്ടും ക്യാൻസൽ ചെയ്യാം. A3 ദെൻ LAD ലാംഗ്വേജ് അക്വസിഷൻ ഡിവൈസ് B4. അപ്പോൾ രണ്ടിനകത്ത് അതുണ്ട്. അപ്പോൾ ആൻസർ ആയിട്ടില്ല. ഐഡന്റിറ്റി ക്രൈസസ്, ZPD ഉറപ്പായിട്ട് നിങ്ങൾക്ക് അറിയണം വൈഗോസ്കി ആണ്. ZPD വൈഗോസ്കി ആണെങ്കിൽ ഐഡന്റിറ്റി ക്രൈസസ് എറിക്സൺ ആണ്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് അവിടെ വരുന്നത്. പിയാഷയും ബ്രൂണറും വൈഗോസ്കിയും എറിക്സണും ചോംസ്കിയും പാവ്ലോയും സ്കിന്നറും ഒന്നും ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറും, ഗാർട്ട്നർ, ഗാഗ്നെ ഇവരൊന്നും ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പറുകളില്ല കേട്ടോ. അതുകൊണ്ട് ഇവരെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എൻട്രി യൂസേഴ്സ് 30-ൽ 30 അടിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അടുത്ത ചോദ്യം നോക്കും. ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായുള്ള UN കൺവെൻഷൻ നടന്ന എന്നാണ്? ഈ ക്വസ്റ്റ്യനിൽ ശരിക്കും പറയാൻ കറക്റ്റ് ആൻസർ കൊടുത്തിട്ടില്ല. ആൻസർ കീയിൽ പക്ഷേ അവരുടെ ആൻസർ തന്നിട്ടുണ്ട്. ഞാൻ ആൻസർ കീയിലെ ആൻസർ മാർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ശരിക്കും പറഞ്ഞാൽ തെറ്റാണ്. ഇത് ചലഞ്ച് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയി പോവുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിനകത്ത് 13 നവംബർ 2006, 13 ഒക്ടോബർ 2006, 13 ഡിസംബർ 2016, 13 നവംബർ 2005 എന്നുള്ളതാണ് ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായുള്ള UN കൺവെൻഷൻ നടന്നത് എന്നുള്ളതാണ് ചോദ്യം.
13 ഡിസംബർ 2006 ശരിക്കും അതിൻ്റെ ആൻസർ. പക്ഷേ അവർ ആൻസർ കീയിൽ 13 നവംബർ 2006 കൊടുത്തിട്ടുണ്ട്. അത് തെറ്റാണ്. ഇവിടെ 13 ഡിസംബർ 2016 കൊടുത്തിരിക്കുന്നത്. 2006 എന്തായാലും ശരിയായിട്ടുള്ള ആൻസർ. അപ്പോൾ ഇത് തെറ്റായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷേ ആൻസർ കീയിൽ ഓപ്ഷൻ ഏത് തന്നിട്ടുണ്ട്, നിങ്ങൾ നോക്കണ്ട, ഈ ഇയർ പഠിച്ചു വെച്ചു. ഭിന്നശേഷിക്കാരെ സംബന്ധിക്കുന്ന സാധനം, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, അത് റിലേറ്റഡ് ആയിട്ടുള്ള RPW ആക്ട്, PWD ആക്ട്, ഇതെല്ലാം ക്വസ്റ്റ്യനാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു ഏരിയ ആണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. അവിടെ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പം നമുക്ക് ചിലപ്പോൾ 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ മാറി ക്യാൻസൽ ചെയ്ത് പോകുന്ന ക്വസ്റ്റ്യനൊക്കെ ഉണ്ടെങ്കിലും 28 ക്വസ്റ്റ്യൻ മാർക്കൊക്കെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. 30 ശരിയാണ്, 30 നല്ല ക്വസ്റ്റ്യൻസ് ആണ്, 30 നേടാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ. ചെറിയ ക്ലാസ്സിലെ കുട്ടികളുടെ ഭാഷാ വികസനത്തിന് താഴെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ പ്രവർത്തനങ്ങൾ നിർദ്ദേശിക്കാം? ചെറിയ ക്ലാസ്സിലെ കുട്ടികളുടെ ഭാഷാ വികസനത്തിന് താഴെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ പ്രവർത്തനങ്ങൾ നിർദ്ദേശിക്കാം? ഭാഷാ വികസനം, നിറങ്ങളുടെ അടിസ്ഥാനത്തിൽ അക്ഷരങ്ങൾ തരംതിരിക്കാം. ഓക്കെ, കൊടുത്തു. കുത്തുകൾ തമ്മിൽ യോജിപ്പിച്ച് അക്ഷരങ്ങൾ നിർമ്മിക്കുക, കൊടുക്കാമല്ലോ. വിരലടയാളം ഉപയോഗിച്ച് അക്ഷരങ്ങൾക്ക് നിറം പകരുക, ഉപയോഗിക്കാമല്ലോ. അക്ഷരങ്ങൾ കൊണ്ടുള്ള ബ്ലോക്ക് നിർമ്മാണ പ്രവർത്തനം ഉപയോഗിക്കാമല്ലോ. അങ്ങനെയാണ് ഇതെല്ലാം ശരിയല്ലേ? 1, 2, 3, 4 ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് വരും. അതിൻ്റെ ഇംഗ്ലീഷ് വെർഷൻ വായിച്ച് നോക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും. ഓക്കെ, വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്ഥിരാനുപാത പ്രബലന ഷെഡ്യൂളിന് ഉദാഹരണം. സ്ഥിരാനുപാത പ്രബലന ഷെഡ്യൂൾ, അതിൻ്റെ ഇംഗ്ലീഷ് കൂടെ അറിയണം കേട്ടോ, നോട്ട് ചെയ്ത് വെച്ചോ. നമുക്ക് നോക്കാം. 5 ശരി ഉത്തരങ്ങൾ വീതം പറഞ്ഞ കുട്ടികൾക്ക് അധ്യാപിക ഒരു സ്റ്റാർ നൽകുന്നു. 10 പദ്ധതി രൂപരേഖ വീതം തയ്യാറാക്കിയ കുട്ടികൾക്ക് അധ്യാപകൻ ഒരു സമ്മാനം നൽകുന്നു. ശരിയുത്തരം നൽകുന്ന മുറയ്ക്ക് അധ്യാപിക കുട്ടികളെ പ്രകീർത്തിക്കുന്നു. 5 കാറുകൾ വീതം നൽകുന്ന ജോലിക്കാരന് പ്രമോഷൻ വിൽപ്പന നടത്തുന്നവർക്ക് പ്രമോഷൻ ലഭിക്കുന്നു. സ്ഥിര അനുപാത പ്രബലന ഷെഡ്യൂൾ, കറക്റ്റ് ഒരു ഓർഡർ റേഷ്യോ ഉണ്ടെങ്കിൽ ഇവിടെ 5 ശരി ഉത്തരം, ഇവിടെ 10 പദ്ധതി രൂപരേഖ, ഇവിടെ 5 കാറുകൾ, കറക്റ്റ് എണ്ണം പറയുന്നുണ്ട്. ഇവിടെ അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഉദാഹരണം ഏത് എന്നുള്ളതാണ് ചോദ്യം അല്ലേ? അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും 1, 2, 4 ഓപ്ഷനിൽ വരും, 3 വരികയില്ല. അങ്ങനെ ഓപ്ഷൻ ഉണ്ടല്ലോ. ഓപ്ഷൻ എ നോക്കുക, 1, 2, 4. ഫിക്സഡ് റേഷ്യോ റീഇൻഫോഴ്സ്മെന്റ്, അതാണ് സ്ഥിരാനുപാത നിയമം, അല്ലെങ്കിൽ ഫിക്സഡ് റേഷ്യോ റീഇൻഫോഴ്സ്മെന്റ് എന്നാണ് സ്ഥിരാനുപാത പ്രബലന ഷെഡ്യൂളിന്റെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അവിടെ ആ റേഷ്യോ എന്ന് പറയുമ്പോൾ അവിടെ ഒരു സംഖ്യ തീർച്ചയായിട്ടും ഉണ്ടാവും. 5 കറക്റ്റ് ആൻസർ കണ്ടോ, 10 വർക്ക്ഷീറ്റ്, 5 കാർ സെയിൽസ്, ഇതെല്ലാം അതിനകത്ത് വരുന്നതാണ്. ദെൻ ക്ലാസ് മുറികളിൽ ഉപയോഗിക്കുന്ന സഹായ സാങ്കേതിക വിദ്യയ്ക്ക് ഉദാഹരണം ഏത്? വോയിസ് ആക്ടിവേറ്റഡ് കമ്പ്യൂട്ടർ, വീൽ ചെയർ, വലിയ പ്രിന്റുകളോട് കൂടിയ പുസ്തകം, മുകളിൽ പറഞ്ഞതല്ല. ക്ലാസ് മുറിയിൽ ഉപയോഗിക്കുന്ന സഹായ സാങ്കേതിക വിദ്യ, അതിൽ വോയിസ് ആക്ടിവേറ്റഡ് കമ്പ്യൂട്ടർ ഉണ്ട്, വീൽ ചെയറും വലിയ പ്രിന്റുകളോട് കൂടി പുസ്തകമൊക്കെ കുട്ടികൾക്ക് ഉപയോഗിക്കാം അല്ലേ? ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് ഓൾ ദ എബോ എന്നുള്ളത് ശരിയാണ്. നമ്മൾ അസിസ്റ്റീവ് ടെക്നോളജി ആയിട്ട് സപ്പോർട്ട് സിസ്റ്റം ആവശ്യമുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഏതൊക്കെയാണെന്നാണ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാറുണ്ട്. ആ മേഖല നന്നായിട്ട് പഠിച്ചു വെക്കണം, ഉറപ്പായിട്ടും പ്രിപ്പയർ ചെയ്യണം. എൻട്രിയിൽ ഈ കാര്യങ്ങൾ മുഴുവൻ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഫുൾ മാർക്കും സ്കോർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. അടുത്ത 8ാമത്തെ ചോദ്യം, സാൻമാർഗിക വികസന തത്വത്തിലെ പ്രീ കൺവെൻഷണൽ കാലം ഏത്? പ്രീ കൺവെൻഷണൽ കാലം കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ആക്ച്വലി കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 0 to 2 വയസ്സ്, 2 to 8 വയസ്സ്, 8 to 12 വയസ്സ്, 4 to 10 വയസ്സ്. ഇത് പല ടെക്സ്റ്റ് ബുക്കിൽ പല രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. 2 to 8 ചിലടത്തുണ്ട്, 4 to 10 ഉണ്ട്. എനിവേ ആൻസർ കീയിൽ 4 to 10 ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ കേട്ടോ. ഇതും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 4 to 10 ആണ് ആൻസർ കീയിൽ തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കത് എടുക്കാൻ പറ്റും. പ്രീ കൺവെൻഷണൽ സ്റ്റേജ് ഓഫ് മോറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് 4 to 10 ആണ് ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ജാമറ്റ് എന്ന കുട്ടിയുടെ കാഴ്ചയിൽ നിന്ന് പാവയെ മാറ്റിയപ്പോഴേക്കും ജാമറ്റ് പാവയെ പൂർണ്ണമായും മറന്നുപോയി. പിയാഷയുടെ അഭിപ്രായത്തിൽ അവൾ ഏത് ഘട്ടത്തിലാണ്? സെയിം ക്വസ്റ്റ്യൻ. വസ്തുസ്ഥൈര്യം, കൺവെട്ടത്തെന്ന് പറഞ്ഞാൽ അതില്ലാതെ പോകുന്നു, അത് ഓർക്കുന്നില്ല, പിന്നെ മറന്നുപോയി. കാക്ക കൊണ്ടുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി എന്ന് വിചാരിക്കും, ആ സാധനം പോയി, ഇനി ഇല്ലെന്ന് വിചാരിക്കും. പക്ഷേ അത് ഏത് സ്റ്റേജിലാണെന്ന് അറിയണം. ഔപചാരിക മനോവ്യാപാര ഘട്ടമാണോ, മൂർത്ത മനോവ്യാപാര ഘട്ടമാണോ, ഇന്ദ്രിയ ചാലഘട്ടമാണോ, പ്രാക് മനോവ്യാപാര ഘട്ടമാണോ? തീർച്ചയായിട്ടും അത് സെൻസറി മോട്ടർ സ്റ്റേജിലാണ്. ഇന്ദ്രിയ ചാലഘട്ടത്തിൽ ആദ്യത്തെ സ്റ്റേജിലാണ് കുട്ടിക്ക് വസ്തുസ്ഥൈര്യം ആയിട്ടില്ല, പോയാൽ പോയി അല്ലേ. കൺവെട്ടം എന്ന് പറഞ്ഞാൽ പിന്നെ അതില്ല എന്നാണ് കുട്ടി വിചാരിക്കുന്നത്. അതാണ് സംഭവം. അതാണ് പിയാഷയുടെ സ്റ്റേജസിൻ്റെ ഇമ്പോർട്ടൻസ്. എത്ര ക്വസ്റ്റ്യൻസ് ഇപ്പോൾ കണ്ടു പിയാഷയിൽ നിന്ന് തന്നെ? 3ാമത്തെ ക്വസ്റ്റ്യൻ പിയാഷയുടെ കാര്യത്തിൽ നിന്ന് വന്നിരിക്കുന്നത്. ഒരു അധ്യാപിക പ്രതിഭാധനനായ ഒരു കുട്ടിയെ ഉയർന്ന ക്ലാസ്സിലേക്ക് സ്ഥാനക്കയറ്റം നൽകി. ഇവിടെ അധ്യാപിക സ്വീകരിച്ചത് ഉൾച്ചേർക്കൽ, ത്വരിതപ്പെടുത്തൽ, വേർപെടുത്തൽ, പൊരുത്തപ്പെടൽ. ഉൾച്ചേർത്ത് കാണാം, ഇൻക്ലൂസ് ആണോ, അതോ ത്വരിതപ്പെടുത്തൽ അക്സലറേഷൻ ആണോ, വേർപെടുത്തൽ പൊരുത്തപ്പെടൽ ഏതാ? ഒന്നും ഡൗട്ട് വേണ്ട. സെഗ്രിഗേഷനും അക്സിലിമേറ്റേഷൻ ഒന്നുമില്ല, അക്സലറേഷൻ ആണ് കേട്ടോ. അക്ലിമറ്റൈസേഷൻ എന്നാണ് കേട്ടോ മറ്റേ വേർഡ്. അക്സലറേഷൻ ആണ്, ത്വരിതപ്പെടുത്തുകയാണ്. അടുത്ത സ്റ്റേജിലേക്ക്, അടുത്ത ഗിഫ്റ്റഡ് ചൈൽഡ് ആയതുകൊണ്ട് ഹയർ ക്ലാസ്സിലേക്ക് കയറ്റി വിടുന്ന പരിപാടിനെ അക്സലറേഷൻ എന്നാണ് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഓർമ്മയിൽ ഉണ്ടാവണം. ഒരു ഉൾച്ചേർക്കൽ ക്ലാസ് മുറിയിൽ ഒരു അധ്യാപകർ വ്യത്യസ്ത പഠന സാങ്കേതികങ്ങൾ ഉപയോഗിക്കുന്നു. കുട്ടികളുടെ ആട്ടോണമി പരിപോഷിപ്പിക്കുന്നു. സഹവർത്തിത പഠന പ്രവർത്തനങ്ങൾ ഉപയോഗിക്കുന്നു. സുരക്ഷിതവും ഋണാത്മകവുമായ പരിസരം സൃഷ്ടിക്കുന്നു.
വായിച്ചു നോക്കുക, സിമ്പിളാണ്. ഒരു ഉൾച്ചേർന്ന ക്ലാസ് മുറിയിൽ ഇത് എല്ലാം വരും അല്ലേ, 1, 2, 4, 3 എല്ലാം വരും. ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻസ് കൊണ്ടുവരും, ഓട്ടോണമി പ്രോത്സാഹിപ്പിക്കും, കൊളാബറേറ്റീവ് ആക്ടിവിറ്റീസ് ഉണ്ടാവും, സേഫ് ആൻഡ് പോസിറ്റീവ് എൻവയോൺമെന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കും. എല്ലാം ശരിയാണ്, എല്ലാം അതിൻ്റെ ആൻസർ ആയിട്ട് വരികയും ചെയ്യും. എറിക് എറിക്സന്റെ അഭിപ്രായത്തിൽ കുട്ടി അനുഭവിക്കുന്ന ആദ്യത്തെ മനോസാമൂഹ്യ പ്രതിസന്ധി ഏത്? എറിക് എറിക്സന്റെ ആദ്യത്തെ മനോസാമൂഹിക പ്രതിസന്ധി ആയിട്ട് പറയാൻ പറ്റുന്നത് ഏതാണ് എന്നാണ് ചോദ്യം. താതാത്മ്യം വസ് റോൾ കൺഫ്യൂഷൻ, സ്വയാശ്രയത്വം വസ് നിന്ന, മുൻകൈയെടുക്കൽ വസ് കുറ്റബോധം, വിശ്വാസം വസ് അവിശ്വാസം. എറിക് എറിക്സന്റെ അഭിപ്രായത്തിൽ കുട്ടി അനുഭവിക്കുന്ന ആദ്യത്തെ സ്റ്റേജ് വളരെ സിമ്പിളാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ട്രസ്റ്റ് വസ് മിസ്ട്രസ്റ്റ് ആണ് അല്ലേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. എറിക്സൺ എന്നൊക്കെ എല്ലാ കാറ്റഗറിയിലും ആവർത്തിച്ച് ക്വസ്റ്റ്യൻ വരുന്നതാണ്. കഴിഞ്ഞ കാറ്റഗറി 1-3യുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഈ സെയിം ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് വേർഷൻ ഉണ്ടായിരുന്നു. വിശ്വാസം അവിശ്വാസം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഓർത്തിരിക്കുക, വളരെ പ്രാധാന്യത്തോടുകൂടി ഓർക്കേണ്ട ഒന്ന് തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 13ാമത്തെ ക്വസ്റ്റ്യൻ. മറ്റുള്ള ഘടകങ്ങളെ അവഗണിച്ച് ഒരു ഘടകത്തെ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പ്രാഗ് മനോവ്യാപാരഘട്ടത്തിലെ കുട്ടികളുടെ പ്രത്യേകത. ഒരു കാര്യത്തെ മാത്രം ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് കേന്ദ്രീകരണമാണോ, സഞ്ചയമാണോ, സ്ഥായീകരണമാണോ, വികേന്ദ്രീകരണമാണോ? തീർച്ചയായിട്ടും അത് സെൻട്രേഷൻ, കേന്ദ്രീകരണമാണ്. ഡീസെൻട്രേഷൻ അല്ല, ഒബ്ജക്റ്റ് പെർമനൻസ് അല്ല, അക്യുമുലേഷൻ അല്ല, സെൻട്രേഷൻ ആണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ ആയിട്ട് വരുന്നത്. 14ാമത്തെ ചോദ്യത്തിലേക്ക് നോക്കാം. ഹൊവാർഡ് ഗാർഡനറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആ സിദ്ധാന്ത പ്രകാരം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും അനുയോജ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ശില്പിക്ക് ഭാഷാപര ബുദ്ധി ഉണ്ടാവണോ? ശില്പിക്ക് ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഇന്റലിജൻസ് അല്ലേ, അതിനകത്ത് ഭാഷാപരം വരില്ലല്ലോ. തത്വചിന്തകന് ശാരീരിക ചാലക ബുദ്ധി ഉണ്ടാവണം നിർബന്ധമുണ്ടോ? ഇല്ല. ഡാൻസർക്ക് അന്തർവൈയക്തിക ബുദ്ധി ഉണ്ടായിരിക്കുമോ? അത് കോമ്പിനേഷൻ ശരിയാവുന്നുണ്ടോ? കർഷകന് പ്രകൃതിപരമായ ബുദ്ധി ഉണ്ടാവോ? ഉറപ്പല്ലേ. ഒരു കർഷകനാണെങ്കിൽ പ്രകൃതിപരമായ ബുദ്ധി ഉറപ്പായിട്ട് അയാൾക്ക് ഉണ്ടാവും. അപ്പോൾ അത് മാത്രമേ അവിടെ ചേരുന്നുള്ളൂ. സിമ്പിളായിട്ട് ആൻസറിലേക്ക് വരാം. നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് ഫാർമർ ഉണ്ടാവും. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പോൾ ആർക്കാണ് ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ്? ഒരു പ്രാസംഗികൻ ഉണ്ടായിരിക്കും, ഒരു ടീച്ചർക്ക് ഉണ്ടായിരിക്കും. ബോഡിലി കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ് ആർക്കായിരിക്കും? ഒരു ഡാൻസർക്ക് ഉണ്ടായിരിക്കും. ഇന്റർപേഴ്സണൽ ഇൻ്റലിജൻസ് ആർക്കായിരിക്കും? മറ്റ് വ്യക്തികളോട് ഇടപഴകാൻ കഴിയുന്ന രീതിയിൽ സാമൂഹ്യമായി ജീവിക്കുന്ന പൊളിറ്റീഷ്യൻസിനൊക്കെ ഉണ്ടാവും, അധ്യാപകർക്ക് ഉണ്ടാവും. ഇന്റർപേഴ്സണൽ ഇൻ്റലിജൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ്. ഒരു ലീഡർക്ക് ഉണ്ടാവും, നല്ലൊരു ലീഡർക്ക് ഉണ്ടാവും തീർച്ചയായിട്ടും. ഇനി മാസ്ലോയുടെ ഹയറാർക്കി എല്ലാ തവണയും ആവർത്തിക്കുന്ന ഏരിയയാണ്. എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ഒഴിഞ്ഞുപോയ ഭാഗത്ത് ഉൾപ്പെടുത്താനുള്ള ആവശ്യം ഏതാണ്? ശാരീരിക ആവശ്യം, സുരക്ഷിതത്വ ആവശ്യം, സ്നേഹം ഒന്നിച്ചേർന്ന ആവശ്യങ്ങൾ. അത് കഴിഞ്ഞതാ ഈ ലെവലിൽ വരേണ്ടത് ആരായിരുന്നു? ഓരോ ലെവലും പഠിച്ചു വെക്കണം, എല്ലാ ഓർഡറിൽ പഠിച്ചു വെക്കണം. ഏറ്റവും ടോപ്പിൽ ആത്മസാക്ഷാത്കാരമാണെന്ന് നമുക്കറിയാം. ശാരീരിക ആവശ്യങ്ങളാണ് ഏറ്റവും ബേസിൽ നിന്നറിയാം. പക്ഷേ ഏറ്റവും തൊട്ട് മുമ്പ്, ഏറ്റവും മുകളിലത്തിന് തൊട്ട് മുമ്പുള്ളത് സാമൂഹിക ആവശ്യമാണോ, ആത്മബഹുമാന ആവശ്യകതയാണോ, ഭൗതിക ആവശ്യങ്ങളാണോ, മുകളിൽ പറഞ്ഞവയെല്ലാമാണോ? ഏതാണ്? സെൽഫ് എസ്റ്റീം നീഡ്സ് ആണ്. സെൽഫ് എസ്റ്റീം നീഡ്സിന്റെ മലയാളമാണ് ആത്മബഹുമാന ആവശ്യകതകൾ. സെൽഫ് എസ്റ്റീം നീഡ് എന്ന് പറയുന്നത്. അപ്പോൾ 15 ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ കടന്നു. ഇനി 16ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് എത്തുകയാണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ ലിംഗ അനന്യത, ജെൻഡർ ഐഡന്റിറ്റി എന്ന പദം നിർദ്ദേശിച്ചതാര്? നോട്ട് ചെയ്ത് വെക്കാവുന്ന ഒരു പേരാണ്. ചിലപ്പോൾ കുറച്ച് ഡൗട്ട് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ പോലും റോബർട്ട് ജെ മാർക്ക്, റോബർട്ട് ജെ സ്റ്റോളൻ, വില്യം സ്റ്റോളർ, ആൻ ജെ സ്റ്റോളർ. നമ്മളിത് പറഞ്ഞിട്ടുള്ളതാണ് ഇതിനു മുമ്പ്. റോബർട്ട് ജെ സ്റ്റോളർ ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകാം. 17ാമത്തെ ചോദ്യമാണ്. പഠനത്തിനായുള്ള മൂല്യനിർണ്ണയത്തിന് ഉദാഹരണം ഏത്? പഠനം തന്നെ വിലയിരുത്തൽ അല്ലേ, പഠനത്തിനായുള്ള വിലയിരുത്തൽ, അങ്ങനെ പല പരിപാടികളും നമ്മൾ പറയാറുണ്ട്. പഠനത്തിനായുള്ള മൂല്യനിർണ്ണയം. അതിലേക്ക് വരുമ്പോൾ ക്ലാസ്സിൽ നടക്കുന്ന കുട്ടികളുടെ നിരീക്ഷിക്കുന്ന ചർച്ചയിൽ പങ്കാളിത്തം, കുട്ടികളുടെ നിരീക്ഷിക്കുന്നത് ചർച്ചയിൽ പങ്കാളിത്തം, ക്ലാസ്സിൽ ഇടയിൽ സംഘടിപ്പിക്കുന്ന അതിവേഗ പ്രശ്നോത്തരികൾ, ഒരു സെമസ്റ്റർ കഴിയുമ്പോൾ നടത്തുന്ന ഫൈനൽ പരീക്ഷ, കുട്ടികൾ ഒരു പ്രത്യേക ഘട്ടത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ അടങ്ങിയ പോർട്ട്ഫോളിയോ. പഠനത്തിനായുള്ള മൂല്യനിർണ്ണയം എന്ന് പറയുമ്പോൾ പഠനത്തോടൊപ്പം കൊണ്ടുപോവുകയാണ് അല്ലേ. നിരീക്ഷിക്കുന്നു, കുട്ടികളെ നിരീക്ഷിക്കുന്നു, ചർച്ചയിൽ പങ്കാളിയാവുന്നു പഠനത്തിനൊപ്പം. അതിവേഗ പ്രശ്നോത്തരികൾ ക്ലാസ്സിനിടയിൽ സംഘടിപ്പിക്കുന്നു. ശരിയാ. അപ്പോൾ 1ഉം 2ഉം ഉറപ്പായിട്ടും വരും. ബാക്കി സെമസ്റ്റർ കഴിയുമ്പോൾ നമ്മൾ നടത്താറുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ പോർട്ട്ഫോളിയോ ഒക്കെ അവസാനത്തേക്കുള്ള പരിപാടിയാണ് അല്ലേ. ഇത് ഇടയ്ക്ക് നടത്തുന്ന 1ഉം 2ഉം മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ സി ആണ്. അപ്പം വിലയിരുത്തലിൻ്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ വരാറുണ്ട്. നമ്മൾ ആ മേഖല ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കാറുണ്ട്. ഫുൾ മാർക്ക് സ്കോർ ചെയ്യുകയും ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. 18ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. കണ്ടീഷനിങ്ങിന് ശേഷമുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന ശരിയായ വാചകം ഏത്? പട്ടി മണിനാഥം ശ്രവിക്കുന്നു, പട്ടി ആഹാരം കാണുന്നു, മണിനാഥം കേൾക്കുന്നു, ഉമിനീർ ശ്രവിക്കുന്നു. മണിനാഥം കേൾക്കുമ്പോൾ പട്ടി ഉമിനീർ ശ്രവിക്കുന്നു, ഭക്ഷണം കണ്ട ഉടനെ പട്ടി ഉമിനീർ ശ്രവിക്കുന്നു. കണ്ടീഷനിങ്ങിന് ശേഷമുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന ശരിയായ വാചകം. ക്ലാസിക്കൽ കണ്ടീഷനിങ് ഒക്കെ ഉണ്ടല്ലേ, അതിനകത്ത് കണ്ടീഷനിങ് സംഭവിച്ചു കഴിഞ്ഞാൽ പട്ടി മണിനാഥം ശ്രവിക്കുന്നത് മാത്രമാണോ? ആഹാരം കാണുന്നു, മണിനാഥം കേൾക്കുന്നു, ഉമിനീർ ശ്രവിക്കുന്നു. മണിനാഥം കേൾക്കുമ്പോൾ പട്ടി ഉമിനീർ ശ്രവിക്കുന്നു, ഭക്ഷണം കണ്ട ഉടൻ പട്ടി ഉമിനീർ ശ്രവിക്കുന്നു. കണ്ടീഷനിങ് കഴിഞ്ഞാൽ ഡോഗ് ബെല്ല് കേൾക്കുമ്പോഴേ സലവേറ്റ് ചെയ്യും. കണ്ടീഷൻ അല്ലേ, കണ്ടീഷൻ ചെയ്ത് കഴിഞ്ഞാൽ മണിയുടെ കേൾക്കുമ്പോഴേ സലവേഷൻ വരുന്നു. പാവലോടെ എക്സ്പെരിമെൻറ്റ്
പാവലോടെ എക്സ്പെരിമെൻറ്റ്, ക്ലാസിക്കൽ കണ്ടീഷനിങ്, അത് കഴിഞ്ഞ് സ്കിന്നറുടെ ഒപ്പാരം കണ്ടീഷനിങ്. ക്വസ്റ്റ്യൻ ഷുവറാ, പഠിച്ചു വെച്ചോ, ഉറപ്പാണ്. ഏറ്റവും പ്രധാനപ്പെട്ടാണ് എക്സ്പെരിമെൻ്റൊക്കെ നിർബന്ധമായിട്ടും പഠിക്കണം. കുട്ടികളുടെ പേശി ചാലക വികസനത്തിൽ ഒരു ഉദാഹരണമാണ് ഖരരൂപത്തിലുള്ള ആഹാരം കഴിക്കുവാൻ ആരംഭിക്കുന്നത്, കുട്ടിക്കാലത്ത് തനിച്ചാകുമ്പോൾ പേടി തോന്നുന്നത്, നിറങ്ങൾ തിരിച്ചറിയുവാൻ കഴിയുന്നത്, 1.5 വയസ്സാകുമ്പോൾ നടന്നു തുടങ്ങുന്നത്. കുട്ടികളുടെ പേശീചാലക വികാസനത്തിന് ഉദാഹരണം ഏതാണ്? പേശീചാലക വികാസത്തിന് ഉദാഹരണം വാക്കിംഗ്. വളരെ സിമ്പിൾ അല്ലേ? ബാക്കിയുള്ളതെല്ലാം ഏതെങ്കിലും വരുമോ? 1.5 വയസ്സാകുമ്പോൾ നടക്കാൻ പഠിക്കുന്നത്. ഓപ്ഷൻ ഡി ശരിയായിട്ടുള്ള ആൻസറാണ്. കുട്ടികളിലെ സൂക്ഷ്മ പേശീചാലക വികാസത്തിന് താഴെ പറയുന്ന ഏതൊക്കെ പ്രവർത്തനങ്ങളാണ് ഏറ്റവും യോജിച്ചത്? സൂക്ഷ്മ പേശി വികാസത്തിൽ നീന്തൽ വരുമോ? മരം കയറൽ വരുമോ? സ്വയം ആഹാരം കഴിക്കാൻ സ്പൂൺ നൽകൽ, സ്ക്രൂ ഇടാനും അഴിക്കാനുള്ള കളിപ്പാട്ടം നൽകലൊക്കെ സൂക്ഷ്മ പേശി വികാസം സഹായിക്കും. നീന്തലും മരം കയറലും അങ്ങനെയല്ല. സൂക്ഷ്മ പേശികൾ, ചെറിയ പേശികൾ അല്ലേ, 3ഉം 4ഉമാണ് അവിടുത്തെ ആൻസറായിട്ട് വരുന്നത്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ആവർത്തിച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. പ്രാധാന്യത്തോടുകൂടി പഠിക്കണം. സ്ഥാനാന്തരണം എന്ന പ്രതിരോധ തന്ത്രം, ഡിഫൻസ് മെക്കാനിസത്തിന് ഉദാഹരണം ഏതാണ്? സ്ഥാനാന്തരണം. അധ്യാപകന്റെ ശിക്ഷ ലഭിച്ച കുട്ടി വീട്ടിൽ വന്ന് സ്വന്തം അനുജനെ ആക്രമിക്കുന്നു. പ്രിൻസിപ്പാളിന്റെ വഴക്ക് കേട്ട ഉദ്യോഗസ്ഥൻ തിരിച്ചൊന്നും പ്രതികരിക്കാതെ വീട്ടിൽ വന്ന് ഭാര്യയെ വഴക്ക് പറയുന്നു. മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്ന കോളേജ് വിദ്യാർത്ഥി കൈവിരലുകൾ വലിച്ചു കുടിക്കുന്നു. ഡിഫൻസ് മെക്കാനിസം വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതിൽ ഒരിടത്തുണ്ടായ പ്രശ്നം, അങ്ങാടിത്തോറ്റൻ അമ്മയോടല്ലേ വേറൊരാളുടെ അടുത്ത് നിന്നിട്ട് തീർക്കുന്നു എന്ന് പറയുന്നത് 1ഉം 2ഉമാണ് അല്ലേ. ബ്രദറിനെ പോയി അടിക്കുന്നു, എവിടെയോ ടീച്ചറിനെ നിന്ന് കിട്ടിയ അടി ബ്രദറിന് കൊടുക്കുന്നു. ബോസ് വഴക്ക് പറഞ്ഞതിന് വീട്ടിൽ പോയിട്ട് ഭാര്യയോട് തീർക്കുന്നു. പ്രിൻസിപ്പള് വഴക്ക് പറഞ്ഞതിന് അധ്യാപകർ വീട്ടിൽ പോയിട്ട് ചീത്ത പറയുന്നു. ഇതൊക്കെ നമുക്ക്, അല്ലെങ്കിൽ വീട്ടിലുള്ള പ്രശ്നം പിള്ളേരുടെ അടുത്ത് വന്ന് തീർക്കുന്നു. ഇതെല്ലാം അതിൻ്റെ ഉദാഹരണമായിട്ട് പറയാം. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ള ആൻസർ. ഒരു അധ്യാപകൻ ക്ലാസ്സിൽ വെച്ച് താഴെ പറയുന്ന ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചു. പെൺകുട്ടികൾ പ്രകൃതിയാലെ പരിപാലകരും ആൺകുട്ടികൾ പ്രകൃതിയാലെ നേതാക്കളുമായിരിക്കും. ഇത് ഏതിനുള്ള ഉദാഹരണമാണ്? ലിംഗസ്ഥിരരൂപം, ലിംഗസമത്വം, ലിംഗ അനന്യത, ലിംഗ വിശ്വാസ്യത. ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സാധനമാണ്. ജെൻഡർ സ്റ്റീരിയോ ടൈപ്പാണ് അതിൻ്റെ ആൻസറിൽ, തർക്കമൊന്നുമില്ല. കാരണം നമ്മൾ ഒരു ജെൻഡറിനെ കുറിച്ചുള്ള മുൻകൂർ ധാരണയല്ലേ, അതാണ് ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ്. സൊസൈറ്റൽ ബിലീഫ് അബൌട്ട് ഹൗ മെൻ ആൻഡ് വുമൺ ഷുഡ് ബിഹേവ്. ആണും പെണ്ണും എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ള സൊസൈറ്റിയുടെ ഒരു ലിംഗസ്ഥിര രൂപം. ജെൻഡർ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? എ പേഴ്സൺസ് ഓൺ പെർസെപ്ഷൻ ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് ദെയർ ജെൻഡർ. നമ്മളുടെ എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ജെൻഡറിനെ കുറിച്ചുള്ള, അതാണ് ജെൻഡർ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. സ്കൂളിലേക്കുള്ള തൻ്റെ ആദ്യ ദിനത്തിൽ റോബൻ ഒന്നിനു പിറകെ ഒന്നായി 3 കുട്ടികളെ കണ്ടു. 3 പേരും റോബനെ നോക്കി ചിരിച്ചു. ഈ സ്കൂളിലെ കുട്ടികളെല്ലാം നല്ല സുഹൃത്തുക്കളാണെന്ന നിഗമനത്തിൽ റോബൻ എത്തിച്ചേർന്നു. ഇത് ഏത് തരം ചിന്തയാണെന്ന് തിരഞ്ഞെടുക്കുക. ഒരു കണക്ഷനും ഇല്ലാത്ത 3 പേര്, അവരെ കുറിച്ച് ചിന്തിക്കുകയാണ് അല്ലേ. അവർ നല്ലതാണെന്നൊക്കെ ചിന്തിച്ചു. ആഗമന ചിന്ത, ട്രാൻസ്ഡിഡക്റ്റീവ് ചിന്ത, നിഗമന ചിന്ത, മുകളിൽ പറഞ്ഞതെല്ലാം. അതായത് ഒരാൾ ചിരിച്ചു, അടുത്തവൻ ചിരിച്ചു, അടുത്തവൻ ചിരിച്ചു. ഉദാഹരണങ്ങൾ നമ്മളിലേക്ക് വന്നു. ഇവരെല്ലാവരും എല്ലാവരും നല്ല ആൾക്കാരാണ്, നല്ല സുഹൃത്തുക്കളായിരിക്കും എന്നൊരു തീരുമാനത്തിലേക്ക് എത്തി. അത് ഇൻഡക്റ്റീവ് റീസണിങ് ആയിട്ടാണ് നമ്മളുടെ ആൻസർ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രാൻസ്ഡക്റ്റീവ് റീസണിങ്ങും ഇതിൻ്റെ ഒരു ഡൗട്ട് വരാം. കാരണം എന്താ വെച്ചാൽ പല റാൻഡം ആയിട്ടുള്ള സാധനം കണ്ടിട്ട് നമ്മൾ ഒരു ബന്ധമില്ലാത്ത കണ്ടിട്ട് കണക്ട് ചെയ്യുന്നത് ട്രാൻസ്ഡക്റ്റീവ് റീസണിങ് ആണ്. പക്ഷേ ആൻസറിൽ ഇൻഡക്റ്റീവ് റീസണിങ് ആണ്. അപ്പോൾ അത് തന്നെ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. നല്ല കുട്ടി എന്ന് കേൾക്കുവാൻ ബിനോയ് നന്നായി പെരുമാറുന്നു. കോൾബർഗിൻ്റെ ധാർമ്മിക വികാസ സിദ്ധാന്തത്തിൽ പ്രകാരം അവൻ ഏത് ഘട്ടത്തിലാണ്? കോൾബർഗിൻ്റെ സന്മാർഗീയ വികാസത്തിൽ നല്ല കുട്ടി, ഗുഡ് ബോയ്, ഗുഡ് ഗേൾ ഔപചാരിക ഘട്ടത്തിലാണോ, ഔപചാരിക പൂർവ്വഘട്ടത്തിലാണോ, പോസ്റ്റ് കൺവെൻഷണൽ ഘട്ടത്തിലാണോ, പ്രാഗ് മനോവ്യാപാര ഘട്ടത്തിലാണോ? തീർച്ചയായിട്ടും കൺവെൻഷണൽ സ്റ്റേജിലാണ് അത് വരുന്നത്. ഓപ്ഷൻ എ ആണ്, ഔപചാരിക ഘട്ടമാണ് ശരിയായിട്ടുള്ള ആൻസറായിട്ട് വരുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും ശരിയായി ചേരുന്നത് ഏതൊക്കെയാണ്? ഡിസ്ലെക്സിയ വായിക്കാനുള്ള ബുദ്ധിമുട്ട്, ഡിസ്കാൽക്കുലിയ ചലിക്കുവാനുള്ള ബുദ്ധിമുട്ട്, ഡിസ്ഗ്രാഫിയ ഗണിത ആശയങ്ങളും നമ്പറുകളുമായി ബന്ധപ്പെടുന്ന ബുദ്ധിമുട്ട്, ഡിസ്ഫേസിയ എഴുതുവാനുള്ള ബുദ്ധിമുട്ട്. എത്രാമത്തെ ക്വസ്റ്റ്യൻ ആയത്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസ്ഗ്രാഫിയും ഡിസ്പ്രാക്സിയും ഡിസ്കാൽക്കുലിയൊക്കെ ഏറ്റവും ശരിയായി ചേരുന്നത് ഏതെന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും ഡിസ്ലെക്സിയ അല്ലേ, ഡിസ്ലെക്സിയ വായിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത് ഗണിതാശയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത് അല്ലെ എഴുതുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. ഡിസ്ഫാസിയ ഒക്കെ എഴുതുവാനുള്ളതാണോ? അല്ല, ബാക്കി ഒരു ഓർഡറിലില്ല. ആകെപ്പാടെ അവിടെ ഓർഡറിലുള്ളത് ഓപ്ഷൻ എ മാത്രമാണ്. ഡിസ്ലെക്സിയ ആണ്, ഡിഫിക്കൽറ്റി ടു റീഡ് ആണ് വരുന്നത്. പിന്നെ മസിൽസിൻ്റെ ഡിസ്പ്രാക്സിയ ഉണ്ട്, അതും ചോദിക്കാറുള്ള ഒരെണ്ണമാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ജനറൽ എക്സൈറ്റ്മെന്റ് എന്ന ഒരു വികാരം മാത്രമാണ് എമി എന്ന കുട്ടി പ്രകടിപ്പിക്കുന്നത്. കാതറിൻ ബ്രിഡ്ജിന്റെ അഭിപ്രായത്തിൽ ഈ കുട്ടി ഏത് പ്രായത്തിലാണ്? ജനറൽ എക്സൈറ്റ്മെന്റ് കാതറിൻ ബ്രിഡ്ജിന്റെ അഭിപ്രായത്തിൽ ഏതിലാണ്? കൗമാരാണോ, ശൈശവമാണോ, പിൽക്കാല ബാല്യമാണോ, മധ്യബാല്യമാണോ? തീർച്ചയായിട്ടും ഇൻഫാൻസിയിലാണ്, ശൈശവത്തിലാണ് കുട്ടിക്ക് ജനറൽ എക്സൈറ്റ്മെന്റ് വരുന്നത്. നോട്ട് ചെയ്ത് വെച്ചു. ആവർത്തിക്കുന്ന ചോദ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ ലിംഗ അനന്യത ജെൻഡർ ഐഡൻറ്റിറ്റി വികസിക്കുന്നത് ഗുദഘട്ടം, വദനഘട്ടം, ഫാലിക് ഘട്ടം, നിർലീന ഘട്ടം. അവിടെ ആൻസർ അവിടെ കൊടുത്തുപോയി. ഫാലിക് സ്റ്റേജിലാണ് അക്കോർഡിംഗ് ടു ഫ്രോയിഡ് ജെൻഡർ ഐഡൻറ്റിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്. ഇവിടെ ഏത് സ്റ്റേജിലാണ്? ഫാലിക് സ്റ്റേജിലാണ്. ഓരോ സ്റ്റേജ് അനാൽ ഓറൽ ലേറ്റൻസി സ്റ്റേജ് എന്നുള്ളതൊക്കെ പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ തിയറി ക്വസ്റ്റ്യൻ വരാറുള്ളതാണ്. തൻ്റെ പാവയോട് 4 വയസ്സ് പ്രായമുള്ള കുട്ടി സംസാരിക്കുകയും കഥകൾ പറഞ്ഞു ഉറക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പിയാഷയുടെ അഭിപ്രായത്തിൽ, വീണ്ടും പിയാഷെ, ഇത് ഏതിനുള്ള ഉദാഹരണമാണ്? അനുമാന ചിന്ത, നിഗമന ചിന്തയാണോ, ആനിമിസ്റ്റിക് ചിന്തയാണോ, വസ്തുസ്ഥൈര്യം കേന്ദ്രീകരണം? തീർച്ചയായിട്ടും ജീവനില്ലാത്തവയ്ക്കും ജീവനുള്ളവയുടെ പ്രത്യേകത കൊടുത്തുകൊണ്ട് ആനിമിസ്റ്റിക് ചിന്ത, അല്ലേ? അതായത് ആനിമിസ്റ്റിക് തോട്ടാണ്, സചേതന ചിന്ത എന്നൊക്കെ പറഞ്ഞ് മലയാളത്തിൽ അത് പറയാറുണ്ട്. ആനിമിസ്റ്റിക് തോട്ടാണ് അത് വരുന്നത്. പ്രീ പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുന്ന ടോമി കരഞ്ഞുകൊണ്ടിരിക്കെ മിഠായി കണ്ടു ഉടനെ പൊടുന്നനെ കരച്ചിൽ നിർത്തി ചിരിക്കുവാൻ ആരംഭിച്ചു. ഇതെന്തിനെ സൂചിപ്പിക്കുന്നു? കുട്ടികളുടെ വികാരങ്ങൾ തീക്ഷ്ണമാണ്, കുട്ടികളുടെ വികാരങ്ങൾ ക്ഷണികമാണ്, കുട്ടികൾക്ക് വികാരങ്ങൾ നിയന്ത്രിക്കുവാനാവും, കുട്ടികൾക്ക് വികാരങ്ങൾ മറച്ചു വയ്ക്കാനാവും. കരഞ്ഞുകൊണ്ടിരിക്കുന്നതിന് മിഠായി കാണുമ്പോൾ പെട്ടെന്ന് ചിരിച്ചെങ്കിൽ അവൻ എന്താണ്? ക്ഷണികമാണ്. ചിൽഡ്രൻസ് ഇമോഷൻസ് ആർ ട്രാൻസിസ്റ്ററി. ഓർത്തിരിക്കുക, ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരിക. സോ വീണ്ടും 30 ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് അവസാനിച്ചിരിക്കുകയാണ്. കേറ്ററ്റ് കാറ്റഗറി 1 ഏറ്റവും ഒടുവിൽ ചോദിച്ച എക്സാമിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരുന്നു. 1-2 ക്വസ്റ്റ്യൻസ് ചില കൺഫ്യൂഷൻ ഇറ്റ്സെൽഫ് ആൻസറിനകത്ത് ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് ഒഴിച്ച് കഴിഞ്ഞാൽ 28 ക്വസ്റ്റ്യൻസ് വരെ ഇതിനകത്ത് നിന്ന് സുഖമായിട്ട് സ്കോർ ചെയ്യാവുന്നതാണ്. ഉറപ്പായിട്ടും 25+ ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻട്രിയിലെ ഉദ്യോഗാർത്ഥികൾക്ക് അതിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ആരെങ്കിലും കിട്ടാത്തവരുണ്ട് കേറ്ററ്റ് കാറ്റഗറി 1 എങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ ഇത് സീരിയസ് ആയിട്ടാണ് കാണുന്നതെങ്കിൽ നേരെ ഒരു എൻട്രിയിൽ ഏറ്റവും മികച്ച കോഴ്സ് നിങ്ങൾക്ക് ലഭ്യമാണ്. അതിനുശേഷം LPUP ഫൗണ്ടേഷൻ ബാച്ചിൽ ഭാഗമായിട്ട് ചേർന്ന് പഠിക്കാനുള്ള അവസരമൊക്കെ ഉണ്ട്. സോ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.